ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും SR ക്രിയേഷൻസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കൂട്ടുകാരുടെ സെക്കൻഡ് അറ്റംപ്റ്റ് ഇവാലുവേഷന് വേണ്ടിയിട്ട് ബേസിക് സയൻസ് പാഠപുസ്തകത്തെ ആസ്പദമാക്കിക്കൊണ്ട് ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറാണ് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ കൂട്ടുകാർ ആരെങ്കിലും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്ത് കഴിയുമ്പോൾ ഞങ്ങളിടുന്ന എല്ലാ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറും കൂട്ടുകാർക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കും. അപ്പോൾ നമുക്ക് നേരെ എക്സാമിലേക്ക് കടക്കാം. കൂട്ടുകാരെല്ലാവരും എക്സാം എഴുതിയിട്ടുള്ളവരാണല്ലേ? അപ്പോൾ കൂട്ടുകാരുടെ ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ ഫസ്റ്റ് ഇങ്ങനെ ഒരു ഭാഗം കാണാം. ഇവിടെ നോക്കിയാൽ അറിയാം, സബ്ജക്റ്റ് തന്നിട്ടുണ്ട്, അതുപോലെ ടൈം എത്രയാണെന്ന് തന്നിട്ടുണ്ട്, അതുപോലെ ക്ലാസ്സും തന്നിട്ടുണ്ട്. തൊട്ട് താഴെയായിട്ട് നിർദ്ദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിർദ്ദേശങ്ങളെല്ലാം നന്നായി വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം കൂട്ടുകാർ ഓരോ ചോദ്യങ്ങൾക്കും ഉത്തരം വളരെ കൃത്യമായി എഴുതുക. അപ്പോൾ നമുക്ക് ഓരോ പ്രവർത്തനങ്ങളായി നോക്കാം. പ്രവർത്തനം 1, 2 സർക്യൂട്ടുകൾ ശ്രദ്ധിക്കൂ. ഇവിടെ 2 സർക്യൂട്ടുകൾ തന്നിരിക്കുന്നത് നമുക്ക് കാണാം. കണ്ടോ? സർക്യൂട്ട് 1, സർക്യൂട്ട് 2. ഫാൻസി കടകളിൽ നിന്ന് ലഭിക്കുന്ന 3 വോൾട്ട് LED ആണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. രണ്ടാമത്തെ സർക്യൂട്ട് ഓൺ ചെയ്ത ഉടനെ LED കത്തി നശിച്ചു പോയി. അപ്പോൾ ഇതുപോലെ സർക്യൂട്ടിൻ്റെ നമ്മൾ വൈദ്യുത പ്രവാഹങ്ങളെന്ന് പറഞ്ഞ പാഠഭാഗത്തിൽ സർക്യൂട്ടുകളെ കുറിച്ച് പഠിച്ചായിരുന്നു അല്ലേ? അപ്പോൾ ആ ചാപ്റ്ററിൽ നിന്ന് സർക്യൂട്ടിനെ അനുബന്ധിച്ചുകൊണ്ട് ഒരു ചോദ്യം ഉറപ്പായിട്ടും കൂട്ടുകാർക്ക് ചോദിക്കും. അപ്പോൾ കൂട്ടുകാർ സർക്യൂട്ടുമായി ബന്ധപ്പെട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം നന്നായി വർക്കൗട്ട് ചെയ്തിരിക്കാം. ചോദ്യം, എന്തായിരിക്കും ഇതിന് കാരണം? ഇത് കത്തിപ്പോവാനുള്ള കാരണം എന്തായിരിക്കും? ചോദ്യം, പ്രവർത്തിപ്പിക്കുമ്പോൾ ഇങ്ങനെ സംഭവിക്കാതിരിക്കാൻ സർക്യൂട്ടിൽ എന്ത് ക്രമീകരണമാണ് നമ്മൾ ഏർപ്പെടുത്തേണ്ടത്? സേഫ്റ്റി ഫ്യൂസ് നമ്മൾ ഘടിപ്പിച്ചാൽ മതിയാകും കേട്ടോ. അടുത്ത് വൈദ്യുത ഉപകരണങ്ങൾ ഉപയോഗിക്കുന്ന ആളിൻ്റെ സുരക്ഷ ഉറപ്പാക്കാൻ എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാം? സേഫ്റ്റി ഷൂ ഒക്കെ നമുക്ക് ധരിക്കാം അല്ലേ? ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കൂട്ടുകാർ എഴുതി വയ്ക്കുക. പ്രവർത്തനം 2, ഒരു മണ്ണിൻ്റെ pH മൂല്യം 6 ആണ്. ഈ മണ്ണിൻ്റെ രാസ സ്വഭാവം എന്തായിരിക്കും? അടുത്ത് ചോദ്യം, ഈ മണ്ണിൻ്റെ pH മൂല്യം 7 ആക്കി മാറ്റുന്നതിന് എന്ത് ചെയ്യണം? ഇവിടെ നടക്കുന്ന രാസപ്രവർത്തനം എന്ത്? വിശദമാക്കുക. അപ്പോൾ മണ്ണിൻ്റെ pH മൂല്യത്തെക്കുറിച്ചുള്ള ഒരു ചോദ്യം മസ്റ്റായിട്ടും ചോദിക്കും. അപ്പോൾ ആ ഭാഗവും കൂട്ടുകാർ നന്നായിട്ട് മനസ്സിലാക്കി വെച്ചേക്കുക. എല്ലാ എക്സാമുകളിലും കണ്ടുവരുന്ന ഒരു ചോദ്യമാണ്. പ്രവർത്തനം 3, 2 മണ്ണിനങ്ങളിലേക്ക് ഹൈഡ്രജൻ പെറോക്സൈഡ് ഒഴിച്ചപ്പോൾ നിരീക്ഷിച്ച കാര്യങ്ങളാണ് ഇവിടെ പട്ടികയിൽ തന്നിരിക്കുന്നത്. മണൽ മണ്ണ് ചെറുതായിട്ട് പതഞ്ഞു പൊങ്ങി, പറമ്പിലെ മണ്ണ് നന്നായി പതഞ്ഞു പൊങ്ങി. ചോദ്യം, ഈ വ്യത്യാസത്തിനുള്ള കാരണം എന്താണ്? ചോദ്യം, വിവിധ മണ്ണിനങ്ങൾ തമ്മിൽ എന്തെല്ലാം കാര്യങ്ങളിൽ വ്യത്യാസം ഉണ്ടായിരിക്കും? അവയുടെ pH മൂല്യത്തിൽ വ്യത്യാസം ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ അവയുടെ സാന്ദ്രതയിലൊക്കെ വ്യത്യാസങ്ങൾ കാണാം. ചോദ്യം, മണ്ണിൽ ജലാംശമുണ്ട് എന്ന് തെളിയിക്കാനുള്ള ഒരു പരീക്ഷണം എഴുതുക. അപ്പോൾ നമ്മൾ പഠിച്ചതാണ് പാഠഭാഗത്തിൽ നിന്ന് കൂട്ടുകാർ അതുപോലെ എഴുതി വെച്ചാൽ മതിയാകും. അടുത്ത് നോക്കിയേ പ്രവർത്തനം 4, സ്വപോഷികൾ പരാദസസ്യങ്ങൾ. നമ്മൾ 2 തരത്തിലുള്ള സസ്യങ്ങളെയാണ് ഇവിടെ പരിചയപ്പെടുന്നത്. സ്വപോഷികൾ മാവ്, നെല്ല്, മോണോട്രോപ്പ, ഇത്തിൽക്കണ്ണി ഇതെല്ലാം സ്വപോഷികളാണ്. പരാദസസ്യങ്ങൾ ഇത്തിൽക്കണ്ണി, മൂടില്ലത്താളി, വീനസ്, ഫ്ലോട്രപ്പ്, ചന്ദനം. ചോദ്യം, മുകളിലെ പട്ടികയിൽ കൂട്ടത്തിൽപ്പെടാത്ത സസ്യങ്ങൾ എടുത്തെഴുതുക. ചോദ്യം, മുകളിലെ പട്ടികയിൽ കൂട്ടത്തിൽപ്പെടാത്ത സസ്യങ്ങൾ എടുത്തെഴുതുക. സ്വപോഷികളിൽ മോണോട്രോപ്പയാണ്, പരാദസസ്യങ്ങളിൽ ചന്ദനമാണ്. ചോദ്യം, ഇരപിടിയൻ സസ്യങ്ങൾ വളരുന്ന മണ്ണിൻ്റെ പ്രത്യേകത എന്താണ്? വിശുദ്ധമാക്കുക. കൂട്ടുകാരത് വിശദീകരിച്ച് എഴുതുക. ചോദ്യം, ഇത്തിൽക്കണ്ണി 2 കൂട്ടങ്ങളിലും ഉൾപ്പെടാനുള്ള കാരണം എന്താണ്? ഇത്തിൽക്കണ്ണി ഒരു പരാദസസ്യമാണ്. മറ്റുള്ള മരങ്ങളെ അല്ലെങ്കിൽ വൃക്ഷങ്ങളെ ആശ്രയിച്ചാണ് ഇത്തിൽക്കണ്ണി വളരുന്നത്. അവ സ്വന്തമായിട്ട് തന്നെയാണ് ആഹാരം പാചകം ചെയ്യുന്നത്. പ്രവർത്തനം 5, ചിത്രം നിരീക്ഷിക്കൂ. കൂട്ടുകാരെ, ഇവിടെ കാണുന്ന ചിത്രം നിരീക്ഷിക്കുക. നിങ്ങളുടെ പാഠഭാഗത്തൊക്കെ കണ്ടിട്ടുള്ള ഒരു തരം സർക്യൂട്ട് തന്നെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ചോദ്യം, താഴെ നൽകിയവയിൽ ഏതെല്ലാം വസ്തുക്കൾ ഉപയോഗിച്ച് സർക്യൂട്ട് പൂർത്തിയാക്കി ബൾബ് നമുക്ക് പ്രകാശിപ്പിക്കാം? ഇവിടെ ബോക്സിനുള്ളിൽ കുറച്ച് വസ്തുക്കൾ കൊടുത്തിട്ടുണ്ട്. പെൻസിൽ, ഗ്രാഫൈറ്റ്, ഇരുമ്പാണി, ഗ്ലാസ് തണ്ട്, സ്റ്റീൽ സ്പൂണ്, പ്ലാസ്റ്റിക് സ്കെയിൽ, സ്വർണ്ണവളം. ഇരുമ്പാണിയും സ്റ്റീൽ സ്പൂണും ഒക്കെ ഉപയോഗിച്ച് നമുക്ക് സർക്യൂട്ട് പൂർത്തിയാക്കി ബൾബ് പ്രകാശിപ്പിക്കാനായിട്ട് കഴിയും. ചോദ്യം,
ചിത്രത്തിൽ 1, 2, 3 എന്ന് സൂചിപ്പിച്ച ഉപകരണങ്ങളുടെ പേരെഴുതി ചിഹ്നങ്ങൾ ചിത്രീകരിക്കുക. 1 ബൾബാണ്, 2 ബാറ്ററിയാണ്, 3 സ്വിച്ചാണ്. ഇതിൻ്റെ 3ൻ്റെയും ചിത്രങ്ങൾ അവയെ എങ്ങനെയാണ് സൂചിപ്പിക്കുന്നതെന്ന് നമ്മൾ പാഠഭാഗത്തിൽ ഒരു ബോക്സിനുള്ളിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. സ്വിച്ചിൻ്റെതും ബാറ്ററിയുടേതും അതുപോലെ തന്നെ ബൾബ്, ഫ്യൂസ്, ഇതെല്ലാം സർക്യൂട്ട് എങ്ങനെയാണ് വരയ്ക്കുന്നത് ഒക്കെ നമ്മൾ അതിൽ പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഓരോന്നിൻ്റെ സിമ്പലും പഠിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് വരച്ചിട്ട് ഓരോന്നും എന്താണെന്നും കൂടെ കൂട്ടുകാർ എടുത്തെഴുതുക കേട്ടോ. വളരെ ഈസി ആയിട്ടുള്ള ചോദ്യമാണ്. പ്രവർത്തനം 6. ജലശുദ്ധീകരണശാലയിൽ നടന്ന പ്രവർത്തനങ്ങൾ താഴെ നൽകിയിരിക്കുന്നു. ഈ ചോദ്യം ഈ പ്രവർത്തനങ്ങൾ ക്രമമായി എഴുതുക. ഒന്നാമത്തേത് ജലം അണുവിമുക്തമാക്കുന്നു. രണ്ടാമത്തേത് അടിയാതെ കിടക്കുന്ന മാലിന്യങ്ങളെ ഫിൽട്ടർ ചെയ്ത് മാറ്റുന്നു. മൂന്നാമത്തേത് ജലത്തിൽ കലർന്നു കിടക്കുന്ന ഖരപദാർത്ഥങ്ങളെ ആലം ചേർത്ത് അടിയിക്കുന്നു. 4 ജലം വായുവുമായി കലർത്തുന്നു. ബി ചോദ്യം സ്കൂളിന് സമീപമുള്ള ജലാശയത്തിനടുത്ത് ജലസംരക്ഷണ സന്ദേശം പ്രചരിപ്പിക്കുന്നതിന് ബോർഡുകൾ സ്ഥാപിക്കുന്നു. ബോർഡുകളിൽ എഴുതുന്നതിനുള്ള 3 സന്ദേശങ്ങൾ കൂട്ടുകാരെ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള ചോദ്യമാണ്. നമ്മൾ പ്ലക്കാർഡൊക്കെ എഴുതാൻ ഒത്തിരി പഠിച്ചതാണ്. അതിനുള്ളിലൊക്കെ ചിത്രങ്ങളൊക്കെ വരച്ചു ചേർക്കാനും ഒന്നും കൂട്ടുകാർ മറന്നു പോകരുത് കേട്ടോ. പ്രവർത്തനം 7. ദഹന വ്യവസ്ഥയിലൂടെയുള്ള ഇഡ്ഡലിയുടെ യാത്രയിൽ കടന്നുപോയ അവയവങ്ങളും സംഭവിച്ച മാറ്റങ്ങളുമാണ് ചുവടെ തന്നിരിക്കുന്നത്. നോക്കാം. ഈ ചോദ്യം വിട്ടുപോയവ കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഒന്നാമത്തേത് എന്താണെന്ന് കൊടുത്തിട്ടില്ല, അവയവം കൊടുത്തിട്ടുണ്ട് ചെറുകുടൽ. രണ്ടാമത്തേത് എന്താണെന്ന് കൊടുത്തിട്ടില്ല, പല്ലും നാവും എന്നെ അമർത്തി ചെറു കഷ്ണങ്ങളാക്കി എന്ന് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അടുത്ത് നോക്കി, ജലവും ലവണങ്ങളും ആഗിരണം ചെയ്യപ്പെട്ടതോടെ ഞാൻ വെറും വിസർജ്യമായി മാറി. നാലാമത്തേത് എന്താണെന്ന് കൊടുത്തിട്ടില്ല, ആമാശയമെന്ന് കൊടുത്തിട്ടുണ്ട്. അടുത്ത് തരംഗചലനം വഴി ഞാൻ താഴോട്ട് ഇറങ്ങി. അപ്പോൾ അതെവിടെയാണെന്ന് എഴുതുക. അപ്പോൾ കൂട്ടുകാർ അവയവങ്ങളും ഇഡ്ഡലിയിലേക്ക് വന്ന മാറ്റവും എന്താണെന്ന് ഇവിടെ എഴുതുക. ഇതും പാഠഭാഗം പഠിച്ചപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ഇതുപോലെ നമ്മൾ ഭക്ഷണ പദാർത്ഥങ്ങൾ എവിടെയൊക്കെ വെച്ച് എന്തൊക്കെയാണ് ഓരോ അവയവങ്ങളിൽ അവയ്ക്കും മാറ്റം സംഭവിക്കുന്നതെന്ന് നമ്മൾ ദഹന പ്രക്രിയ എന്ന് പറയുന്ന പാഠഭാഗത്തിൽ പഠിച്ചായിരുന്നു. അതുപോലെ തന്നെ അതിൻ്റെ ഒരു ഫ്ലോ ചാർട്ട് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അന്നനാളം, ചെറുകുടൽ, വൻകുടൽ, ആമാശയം, അതുപോലെ തന്നെ എല്ലാ കാര്യങ്ങളും നമ്മൾ പഠിച്ചിട്ടുണ്ടായിരുന്നു. ബി ചോദ്യം ആഹാരത്തിൻ്റെ യാത്രയിലെ അവയവങ്ങൾ ക്രമപ്പെടുത്തി എഴുതുക. അത് ഫ്ലോ ചാർട്ട് നോക്കിയാൽ കൂട്ടുകാർക്ക് എഴുതാവുന്നതാണ് കേട്ടോ. പ്രവർത്തനം 8. കുപ്പിയിൽ നിന്ന് മരുന്ന് സിറിഞ്ചിലേക്ക് എടുക്കുന്നതുമായി ബന്ധപ്പെട്ട് താഴെ സൂചിപ്പിച്ച സന്ദർഭങ്ങൾ പരിശോധിക്കൂ. സന്ദർഭം 1, സിറിഞ്ചിൻ്റെ പിസ്റ്റൺ വലിച്ച ശേഷം മരുന്ന് വയ്ക്കുന്നു. സന്ദർഭം 2, മരുന്നിൽ വെച്ച ശേഷം സിറിഞ്ചിൻ്റെ പിസ്റ്റൺ വലിക്കുന്നു. ഈ ചോദ്യം ഏത് സന്ദർഭത്തിലാണ് സിറിഞ്ചിലേക്ക് മരുന്ന് കയറുന്നത്? ഇതിൻ്റെ കാരണം വിശദീകരിക്കുക. രണ്ടാമത്തെ സന്ദർഭത്തിലാണ് സിറിഞ്ചിലേക്ക് മരുന്ന് കയറുന്നത്. കാരണം എന്താണ്? വായുമർദ്ദമാണല്ലേ. ബി ചോദ്യം വായുമർദ്ദം പ്രയോജനപ്പെടുത്തുന്ന മറ്റൊരു സന്ദർഭം എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. നമ്മൾ ഗ്ലാസ് ടംബ്ലർ ജലത്തിൽ മുക്കി പിടിക്കുമ്പോൾ ഇങ്ങനെ ഒരു വായുമർദ്ദം പ്രയോജനപ്പെടുന്നത് നമുക്ക് കാണാനായിട്ട് കഴിയും അല്ലേ. അടുത്ത് നോക്കി, AC, ഫ്രിഡ്ജ് എന്നിവയെല്ലാം ഉണ്ടായിട്ട് എൻ്റെ കറണ്ട് ബില്ല് 1000 രൂപയിൽ താഴെയാണ്. അമ്മു പറയുകയാണ്. ബാബു പറയുകയാണ് ഫാൻ, ബൾബ്, പമ്പ് സെറ്റ് എന്നിവ മാത്രമുണ്ടായിട്ടും എൻ്റെ കറണ്ട് ബില്ല് 1500 രൂപയ്ക്ക് അടുത്താണ്. ഈ ചോദ്യം ബാബുവിന് കറണ്ട് ചാർജ് കൂടാനുള്ള കാരണം എന്താവും? ബി ചോദ്യം വൈദ്യുത ഉപയോഗം കുറയ്ക്കാൻ ആവശ്യമായ 3 നിർദ്ദേശങ്ങൾ കൂട്ടുകാർ എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അടുത്ത് നോക്കിയ പ്രവർത്തനം 10. 2 ജീവികളുടെ പല്ലിൻ്റെ ചിത്രമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ജീവി 1, ജീവി 2. ഈ ചോദ്യം ഇപ്പം താരതമ്യം ചെയ്ത് രണ്ടിൻ്റെയും ഭക്ഷണശീലങ്ങളെക്കുറിച്ചുള്ള കണ്ടെത്തലുകൾ എഴുതുക. ഒന്നാമത്തേത് ചവച്ചരച്ച് കഴിക്കുന്ന ജീവിയാണ്. രണ്ടാമത്തേത് എന്താ? കടിച്ചു പറിക്കുന്ന ജീവിയാണ് അല്ലേ. ബി ചോദ്യം പാൽപ്പല്ലുകളേക്കാൾ പ്രാധാന്യമുള്ളവയാണ് സ്ഥിരദന്തങ്ങൾ. എന്തുകൊണ്ട്? അടുത്ത് സി ചോദ്യം നിങ്ങൾ രാത്രി ഭക്ഷണത്തിന് ശേഷം വളരെ ശ്രദ്ധയോടെ പല്ല് തേക്കാറുണ്ടല്ലോ. ഉണ്ടല്ലേ. ഇത് പല്ലിൻ്റെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ്. എന്തുകൊണ്ട്? പല്ലിനുള്ളിൽ ഒട്ടുപിടിച്ചിരിക്കുന്ന ആഹാര പദാർത്ഥങ്ങളെല്ലാം നമ്മൾ പല്ല് തേക്കുന്നതിലൂടെ അതെല്ലാം എന്ത് ചെയ്യുന്നു? പുറത്തേക്ക് പോകുന്നു. ഇല്ലെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ പല്ലിന് വളരെയധികം ദോഷം ചെയ്യും. അപ്പോൾ കൂട്ടുകാരെ, നമ്മൾ ബേസിക് സയൻസ് പാഠപുസ്തകത്തെ ആസ്പദമാക്കിക്കൊണ്ട് പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. കൂട്ടുകാർക്ക് എന്തെങ്കിലും ഡൗട്ട്സോ ക്ലിയറൻസോ ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. അപ്പോൾ നിങ്ങളുടെ കൂട്ടുകാർക്ക് മാക്സിമം ഇത് ഷെയർ ചെയ്ത് കൊടുക്കുക.
കൂട്ടുകാർക്ക് ക്ലാസ്സുകൾ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിന് കൂടെ ഷെയർ ചെയ്ത് കൊടുക്കുക. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഒരുമിച്ച് കാണാം. താങ്ക്